എപ്പിസോഡ് 6 തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത പ്രതീക്ഷിക്കാത്ത ഒരു വെനസ്ഡേ ആണ് കാണുന്നത്. ആളാകെ മാറിപ്പോയിട്ടുണ്ട്. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ഫുൾ മേക്കപ്പും അതുപോലെ തന്നെ കളർഫുള്ളും ഡ്രസ്സും ഷൂവും ഒക്കെ ധരിച്ചിട്ട് ഇപ്പോ നെവർമോർ അക്കാദമിയിലേക്ക് പോയി ഫുള്ള് പേക്കൂത്ത് കാണിക്കുകയാണ്. ശരിക്കും പറഞ്ഞ വെനസ്ഡേ ആണ്ട് ആർമാദിക്കുകയാണ്. ഇത് കണ്ടിട്ട് ബിയാങ്കയും കൂട്ടരും ബാക്കിയുള്ള പിള്ളേരും മൊത്തം ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. വെനസ്ഡേ തന്നെ ആണോ ഇതെന്ന് എല്ലാവരും ചിന്തിക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു നമുക്ക് നോക്കാം. ഇപ്പോഴിതാ വെനസ്ഡേയും മോർട്ടീഷ്യയും ഗോമസും പിന്നെ എനിഡും പ്രിൻസിപ്പൽ ഡോട്ടും സാന്റിയോഗോയുമായി ഒരു ചർച്ച നടത്തുന്നതാണ് കാണിക്കുന്നത്. നടന്ന കാര്യങ്ങളെല്ലാം തന്നെ സാന്റിയോഗോയുടെ അടുത്ത് ഇപ്പൊ ഇവര് പറയുകയാണ്. ടൈലറിന്റെ അമ്മയാണ് പുതുതായിട്ട് ഇപ്പൊ വന്നിട്ടുള്ള ഹൈഡ്. അവരുടെ പേര് ഫ്രാങ്കോയ്സ് എന്നാണ്. മകനായിട്ടുള്ള ടൈലറുമൊത്ത് ജെറിക്കോ വിട്ടു പോയേക്കാമെന്ന് അവർ എനിക്ക് വാക്ക് തന്നിട്ടുണ്ടെന്നും നമ്മുടെ മോർട്ടീഷ്യ പറയുകയാണ്. പ്രിൻസിപ്പൽ ഡോട്ട് ആകട്ടെ നമ്മുടെ നെവർമോർ അക്കാദമിയിൽ ഇപ്പോ കർഫ്യൂ പ്രഖ്യാപിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ് ലരിസ വീംസ് ആകട്ടെ ഇപ്പൊ നമ്മുടെ വെനസ്ഡേയോട് വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു. ഒരുപക്ഷെ ടൈലർ ഇപ്പോ ഒന്ന് ഒതുങ്ങിയേക്കാം. ഒറിജിനൽ വിഷൻ ഇതുവരെ മാറിയിട്ടില്ല. എനിഡ് ഇപ്പോഴും മരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിന് ഉത്തരവാദി നീ തന്നെയാണ്. ഇത് കേട്ട് ദേഷ്യം പിടിച്ച വെനസ്ഡേ ആകട്ടെ ഇപ്പോ ലരിസ വീംസിനോട് അഡ്വൈസ് ചോദിക്കുകയാണ്. എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ പവർ തിരിച്ചു കിട്ടണം, അതായത് ആ ഒരു സൈക്കിക് എബിലിറ്റി, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മുടെ ലരിസ വീംസിനോട് വെനസ്ഡേ ചോദിക്കുന്നു. ടൈലറിനെയും അതുപോലെ തന്നെ അവന്റെ അമ്മയായിട്ടുള്ള ഫ്രാങ്കോയിസിനെയും അതോറിറ്റീസിന് വിട്ടുകൊടുക്ക്. നീ നിന്റെ അമ്മയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുക എന്നാണ് ഇപ്പോൾ ലരിസ വീംസ് വെനസ്ഡേയോട് പറയുന്നത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രൊഫസർ ഓർലോഫ് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ഉടൻ തന്നെ നമ്മുടെ വെനസ്ഡേ പ്രൊഫസറോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഫ്രാങ്കോയിസിനെ പറ്റിയിട്ടാണ് വെനസ്ഡേ ചോദിച്ചത്. ഫ്രാങ്കോയിസിന് ഈ സയൻസിലൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ പുള്ളിക്കാരിയുടെ അനിയന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്രാങ്കോയിസിന് ഒരു അനിയൻ ഉണ്ടായിരുന്നോ? അവന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഐസക് ആണെന്ന് പ്രൊഫസർ പറയുകയാണ്. ഞാൻ എന്നും ഐസക്കിനോട് കടപ്പെട്ടിരിക്കും. ഈ ഒരു ലൈഫ് സപ്പോർട്ട് സിസ്റ്റം എനിക്ക് വേണ്ടി നിർമ്മിച്ചു നൽകിയത് അവനാണ്. മരിച്ചുപോയ സ്റ്റോൺ ഹേഴ്സ്റ്റ് നമ്മുടെ ഐസക്കിന്റെ മെന്റർ ആയിരുന്നു എന്നും ഈ ഒരു പ്രൊഫസർ പറയുന്നു. പിന്നീട് ലാബിലുണ്ടായ ഒരു പൊട്ടിത്തെറിയിലാണ് ഐസക് മരണപ്പെട്ടത്. ചിലർ പറയുന്നു അവന്റെ ബോഡി കണ്ടെത്തിയില്ല, മറ്റു ചിലർ പറയുന്നു ആ ഒരു സ്കൾട്ടറിക്ക് താഴെ അവനെ അടക്കം ചെയ്തു എന്ന്. ഇത് കേട്ടതും അനിയനായിട്ടുള്ള പക്സിലിയുടെ അടുത്തേക്ക് നമ്മുടെ വെനസ്ഡേ ഓടിപ്പോവുകയാണ്. നിന്റെ സോംബി ഇല്ലേ സ്ലർപ്പ്, അവനിപ്പോൾ എവിടെയാണ്? അവസാനമായിട്ട് നീ എവിടെ വെച്ചാണ് അവനെ കണ്ടത്? കുറച്ച് മടിച്ചാണെന്നുണ്ടെങ്കിലും നമ്മുടെ പക്സിലി കാര്യം പറഞ്ഞു. പിൽഗ്രിംസ് വേൾഡിലാണ് ഞാൻ അവനെ അവസാനമായിട്ട് കണ്ടത്. ഇനി ആർക്കും അവന്റെ ഒരു ശല്യം ഉണ്ടാവില്ല. അവന്റെ പേര് ഐസക് നൈറ്റ് ആണെന്ന് വെനസ്ഡേ പറയുന്നതോടുകൂടി പക്സ്ലി ഒന്ന് ഞെട്ടുന്നു. ഞാനാണ് അന്ന് പിൽഗ്രിംസ് വേൾഡിൽ വെച്ച് അവനെ പോകാൻ അനുവദിച്ചത്. അച്ഛനോട് ഇത് പറയരുതെന്ന് പ്രത്യേകം പക്സ്ലി വെനസ്ഡേയോട് പറയുന്നു. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് വെനസ്ഡേ പക്സ്ലി എടുത്ത് ചോദിക്കുമ്പോൾ നമ്മുടെ സ്ലർപ്പ് അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്ന, അതായത് ഐസക് ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്ന അവന്റെ പെങ്ങളായിട്ടുള്ള നമ്മുടെ ഫ്രാങ്കോയിസിന്റെ ഒരു ഫോട്ടോ പക്സ്ലി ഇപ്പോൾ വെനസ്ഡേ എടുത്ത് കൊടുക്കുകയാണ്. ഐസക് ഫ്രാങ്കോയിസിനെ അന്വേഷിച്ചാണ് നടക്കുന്നതെന്ന് ഇപ്പോൾ നമ്മുടെ വെനസ്ഡേക്ക് വ്യക്തമായി. പിന്നീട് കാണിക്കുന്നത് ഫ്രാങ്കോയിസിനെയും മകനായിട്ടുള്ള ടൈലറേയുമാണ്. ടൈലർ ഇപ്പൊ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവന്റെ അമ്മ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾ ഇന്നലെ കഴിഞ്ഞതുപോലെയാണ് എനിക്കിപ്പോൾ മനസ്സിലുള്ളത്. ജോൺ ഹേഴ്സ്റ്റ് നിന്റെ അച്ഛനോടും ബാക്കിയുള്ളവരുടെ എല്ലാവരോടും കള്ളം പറഞ്ഞതാണ് ഞാൻ മരിച്ചുവെന്ന്. ദേഹത്തുണ്ടായിരുന്ന പുതപ്പ് മാറ്റി നോക്കിയപ്പോൾ കാലിലായിട്ട് ചങ്ങല നമ്മുടെ ടൈലർ കാണുന്നു. അമ്മയ്ക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമില്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിൽ ഹൈഡായിട്ട് മാറാം. അപ്പോ അമ്മയാണോ ഇപ്പോ എന്റെ മാസ്റ്റർ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറഞ്ഞുകൊണ്ട് ടൈലറിനെ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കാൻ പോകുമ്പോൾ ഞാനൊരു ചെറിയ കുട്ടിയല്ല എന്ന് പറഞ്ഞിട്ട് ടൈലർ ദേഷ്യം പിടിക്കുന്നത് കണ്ട് അപ്പൊ തന്നെ നമ്മുടെ ഫ്രാങ്കോയിസ് ടൈലറിന്റെ മോന്തക്കിട്ട് ഒന്ന് കൊടുക്കുന്നു. എനിക്കെതിരെ ഒരക്ഷരം പോലും നീ ഇനി പറഞ്ഞു പോകരുത് എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ എനിഡിനെയാണ്. ആളാകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ബ്രൂണോ കടന്നു വരുന്നത്. രണ്ടുപേരും സംസാരിച്ച് ഒരു കിസ്സിംഗിലേക്ക് മുതിർന്നപ്പോ ഇസഡോറ അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. പെൺകുട്ടികളുടെ ഡോമില് ആൺകുട്ടികൾ ഒറ്റയ്ക്ക് വരാൻ പാടില്ല എന്നറിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇസഡോറ ബ്രൂണോയെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. എന്നിട്ടൊരു വെയർവൂൾഫായി മാറിയ കാര്യമൊക്കെ നമ്മുടെ ഇസഡോറ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഒരു ഫുൾ മൂൺ അല്ലാതിരുന്നിട്ട് കൂടി നീ ഒരു വെയർവൂൾഫായിട്ട് മാറിയ അതിനർത്ഥം നീ ഒരു ആൽഫ ആണെന്നാണ്. അതായത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള വെരി റയർ ആയിട്ടുള്ള വെയർവൂൾഫ്. ഞാനൊരു ആൽഫയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ലേ? അതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ എനിഡിനുള്ള വിഷമം. അപ്പോഴാണ് ഇസഡോറയുടെ ഫോണിലേക്ക് പ്രിൻസിപ്പൽ ഡോട്ടിന്റെ ഒരു മെസ്സേജ് വരുന്നത്. ഓ, ഇന്ന് രാത്രി മുതൽ കർഫ്യൂ ആരംഭിക്കുകയാണല്ലോ. രാത്രി ഭക്ഷണത്തിന് ശേഷം ആരും തന്നെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പാടില്ല. ഇനി അഥവാ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഗാലയിൽ നിന്നും അവരെ പുറത്താക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വെനസ്ഡേ ഗ്രാൻഡ്മയെ കാണാൻ പോകുന്നതാണ്. ഇത്തവണ നിനക്ക് എന്താണ് വേണ്ടത്? സെമിത്തേരി വല്ലതും വാങ്ങണോ എന്ന് ഗ്രാൻഡ്മ ചോദിക്കുന്നു. വേണ്ട, എനിക്ക് എന്റെ സൈക്കിക് എബിലിറ്റി തിരിച്ചു കിട്ടണം. അതിനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ നോക്കുന്നത്. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഫ്രാങ്കോയിസിന്റെ ഫോട്ടോ ഗ്രാൻഡ്മയ്ക്ക് കാണിച്ചു കൊടുത്ത് ദേ ഇവൾ അവിടെ നിന്ന് ചാടിപ്പോയതാ, അതായത് വിലോഹിലിൽ നിന്ന് ഇവളെ കണ്ടെത്തണം. അപ്പൊ ഗ്രാൻഡ്മ നമ്മുടെ വെനസ്ഡേയുടെ അടുത്ത് പറയുന്നുണ്ട്,
നീ റോസ്ലിൻ റോഡ്വുഡ് എന്ന് പറയുന്ന പേര് കേട്ടിട്ടുണ്ടോ? പ്രൊഫസർ റോഡ്വുഡ് ഒരു ലെജൻഡറി റേവൻ ആയിരുന്നു. അവളുടെ സൈക്കിക് എബിലിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ്ങസ്റ്റ് ആയിരുന്നു. മാത്രമല്ല ഇപ്പൊ നിന്റെ പേരൻസ് താമസിക്കുന്നതും ഈ ഒരു റോഡ്വുഡിന്റെ പഴയ കോട്ടേജിലാണ്. ചിലപ്പോ അവിടുത്തെ സയൻസ് ചേംബറിൽ അവളുടെ എന്തെങ്കിലും സീക്രട്ടുകളൊക്കെ നിനക്ക് കണ്ടെത്താനാകും. മറ്റൊരു കാര്യം കൂടി ഗ്രാൻഡ്മ നമ്മുടെ വെനസ്ഡിയോട് പറഞ്ഞു. റോഡ്വുഡിനെ കുഴിച്ചിട്ടിരിക്കുന്നത് നെവർമോർ ഗ്രേവ്യാർഡിലാണ്. കുഴിമാടത്തിന് മുകളിൽ ഉണ്ടാവുന്ന ആ ഒരു ഹെഡ് സ്റ്റോൺ ഉണ്ടാവുമല്ലോ, അതിൽ എന്തായാലും അവളുടെ ഡാർക്ക് എനർജി ഉണ്ടായിരിക്കും. അതിൽ ടച്ച് ചെയ്യുന്നതോട് കൂടിയിട്ട് നിനക്ക് ചിലപ്പോ ഒരു ടെമ്പററി സൈറ്റ് ലഭിക്കും എന്നാണ് ഗ്രാൻഡ്മ ഇപ്പൊ വെനസ്ഡിയോട് പറയുന്നത്. റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്ന വെനസ്ഡേ എനിഡിനെ കാണുന്നു. നീ എങ്ങോട്ട് ഈ ഒരു കെട്ടും പാണ്ഡവുമായിട്ട് പോകുന്നെന്ന് എന്നോട് ചോദിക്കുമ്പോ ഞാൻ നെവർമോർ ഗ്രേവ്യാർഡിലേക്ക് പോവുകയാണെന്ന് വെനസ്ഡേ പറയുന്നു. ഹലോ, ഇന്ന് കർഫ്യൂ ആണ്, പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. നീ എങ്ങാനും തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ എല്ലാ പരിപാടികളും അവസാനിക്കും. ഞാൻ എന്റെ ഡാൻസ് കുറെ നാളുകളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. ടൈലറും അവന്റെ അമ്മയും ഇപ്പോഴും പുറത്തുണ്ട്. ഞാൻ ഇവിടെ ചുമ്മാ ചടഞ്ഞു കൂടി ഇരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നാണ് വെനസ്ഡേ ഇപ്പൊ നമ്മുടെ എനിഡിന്റെ അടുത്ത് പറയുന്നത്. എനിക്ക് വാശിയാണ്, നീ വല്ലാതെ സാമർത്ഥ്യം കാണിക്കുന്നവളാണ് എന്നൊക്കെ വെനസ്ഡേ നോക്കിയിട്ട് എനിഡ് പറയുന്നുണ്ട്. പക്ഷെ വെനസ്ഡേ ആണെന്നുണ്ടെങ്കിൽ യാതൊരു കൂസലുമില്ലാതെ അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നു. വെനസ്ഡേ പോയ അപ്പൊ തന്നെ തിങ് ഇപ്പൊ നമ്മുടെ എനിഡിന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് മ്യൂസിക് ടീച്ചർ ആയിട്ടുള്ള ഇസഡോറ ഇപ്പൊ എല്ലാ റൂമുകളിലും ആരെങ്കിലും പുറത്തു പോയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിഡിനോട് പറയുന്നു. ഇത് കേട്ടതും എന്റെ ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് എനിഡ് ഇപ്പൊ നമ്മുടെ വെനസ്ഡേയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അവളും നെവർമോർ ഗ്രേവ്യാർഡിലേക്ക് പോകുന്നു. വെനസ്ഡേ ആകട്ടെ റോസ്ലിൻ റോഡ്വുഡിന്റെ കല്ലറ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഹെഡ് സ്റ്റോണിൽ അവൾ കൈവച്ചതും പെട്ടെന്ന് തന്നെ അവൾക്കൊരു വിഷൻ, അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു ലോകത്തേക്ക് അവൾ പോവുകയാണ്. അതായത് നമ്മുടെ റോസ്ലിൻ റോഡ്വുഡിന്റെ അടുത്തേക്ക്. ഒരു അനുവാദവുമില്ലാതെ നിനക്ക് എങ്ങനെ എന്റെ ചേംബറിലേക്ക് കടക്കാനായി ധൈര്യം വന്നു എന്നാണ് ആദ്യം തന്നെ വെനസ്ഡേയോട് ഈ റോസ്ലിൻ റോഡ്വുഡ് ചോദിക്കുന്നത്. വെനസ്ഡേ പറഞ്ഞു, ഞാനൊരു റേവനാണ്. എന്റെ ഗ്രാൻഡ്മയോട് ചോദിച്ചപ്പോൾ എന്റെ സൈക്കിക് എബിലിറ്റി എനിക്ക് തിരിച്ചു കിട്ടാനായി ഇതായിരുന്നു എനിക്കുണ്ടായിരുന്ന ആകെയുള്ള മാർഗം. ടൈലറിനെയും അവന്റെ അമ്മയായിട്ടുള്ള ഫ്രാങ്കോയിസിനെയും കണ്ടെത്താനായിട്ട് എനിക്ക് ഈ ഒരു സൈക്കിക് എബിലിറ്റി കൂടിയേ തീരൂ. എനിക്ക് മുൻപിൽ ഒട്ടും സമയമില്ല. പെട്ടെന്ന് അവിടെ ഒരു മെഴുകുതിരി കത്തുന്നു. ആ ഫ്ലെയിമിലേക്ക് നിന്റെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് താൽക്കാലികമായിട്ട് ആ ഒരു എബിലിറ്റി കിട്ടും. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ റേവൻസ് ഗേസ് നീ തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു വില നിനക്ക് നൽകേണ്ടി വരും. പെട്ടെന്ന് തന്നെ നമ്മുടെ വെനസ്ഡേക്ക് ടൈലറിനെയും അവന്റെ അമ്മയായിട്ടുള്ള ഫ്രാങ്കോയിസിനെയും ഒരു വിഷനിലൂടെ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ എനിഡ് വന്നിട്ട് വെനസ്ഡേയുടെ തോളിൽ പിടിക്കുന്നത്. അതോടുകൂടിയിട്ട് രണ്ടുപേരും അവിടെ ബോധം കെട്ട് വീഴുന്നു. പിന്നീട് രണ്ടുപേരും രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എനിഡിന്റെയും വെനസ്ഡേയുടെയും ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. വെനസ്ഡേ ഇപ്പൊ ശരിക്കും എനിഡിന്റെ ശരീരത്തിലും എനിഡ് ഇപ്പോ ശരിക്കും വെനസ്ഡേയുടെ ശരീരത്തിലുമാണ് ഉള്ളത്. റേവൻസ് ഗേസ് ബ്രോക്ക് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ലാരിസ വീംസ് വെനസ്ഡേയോട് പറയുന്നു. എനിഡിനാണെന്നുണ്ടെങ്കിൽ ആകെ പ്രാന്ത് പിടിക്കുന്നുണ്ട്. അയ്യോ, എനിക്ക് എന്തോ പോലെ തോന്നുന്നു, നന്നായിട്ട് തണുക്കുന്നുണ്ട്. നിനക്കെങ്ങനെയാ? എനിക്കിപ്പോ നല്ല ചൂട് അനുഭവപ്പെടുന്നേ എന്ന് എനിഡിന്റെ ശരീരത്തിൽ കയറിയിട്ടുള്ള നമ്മുടെ വെനസ്ഡേ പറയുന്നു. വെനസ്ഡേ വീണ്ടും നെവർമോർ ഗ്രേവ്യാർഡിലേക്ക് പോവാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ എനിഡ് തടയുന്നുണ്ട്. ഈ കൊലത്തിൽ പുറത്തേക്ക് പോവല്ലേ? വെനസ്ഡേ കേട്ടില്ല. അങ്ങനെ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി. വെനസ്ഡേ അവിടെ നിന്ന് പോയി. ഇപ്പൊ നമ്മുടെ എനിഡ് വെനസ്ഡേയുടെ രൂപത്തിലാണ് നിൽക്കുന്നത്. ഇതൊന്നും അറിയാതെ ആഗ്നസ് ആണെന്നുണ്ടെങ്കിൽ പതിവ് പോലെ വെനസ്ഡേക്കുള്ള കോഫി കൊണ്ടുവന്ന് കൊടുക്കണം. ഇത് എനിഡ് ആണെന്നൊന്നും ആഗ്നസിന് അറിയില്ല. പക്ഷെ അവളെ അകഞ്ഞു മാറ്റിക്കൊണ്ട് എനിഡ് ഇപ്പൊ നേരെ പോയിട്ട് അവിടെ നിന്നും എന്തൊക്കെയോ ചേർത്തിട്ടുള്ള ഒരു ജ്യൂസ് പോലുള്ള സംഭവമൊക്കെ മേടിച്ചു കുടിക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞ വെനസ്ഡേയുടെ ശരീരത്തിന് നല്ല രീതിയിലുള്ള അലർജി ഉണ്ടാക്കും എന്നൊന്നും എനിഡിന് അറിയില്ല. ആഗ്നസിന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ വരുന്നുണ്ട്. വെനസ്ഡേ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ ഒരിക്കലും അവളെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഇതേ സമയം വെനസ്ഡേയുടെ രൂപത്തിലുള്ള നമ്മുടെ എനിഡ് അവളുടെ അമ്മയായിട്ടുള്ള മോർട്ടീഷ്യയുടെ മുമ്പിൽ ചെന്ന് പെടുന്നുണ്ട്. അപ്പോഴേക്കും വെനസ്ഡേയുടെ ദേഹത്ത് മൊത്തം ചൊറിഞ്ഞു പൊന്തിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട അമ്മയാകട്ടെ അവൾക്കൊരു ക്രീം കൊടുക്കുന്നുണ്ട്. എനിഡിന് ഈ സംഭവം ഒന്നും അറിയില്ല എന്താണെന്നൊന്നും. അത് തേച്ചപ്പോ തന്നെ ആ പാടുകളും ചൊറിഞ്ഞു പൊന്തിയതൊക്കെ പോയി. ഇതിൽ എന്താ ചേർക്കുന്നതെന്ന് ചോദിച്ചപ്പോ അത് നിനക്കറിയില്ലേ, നമ്മൾ ഈ ശവങ്ങളൊക്കെ കത്തിക്കുന്ന ഫർണസ് ഉണ്ടാവില്ലേ, അവിടെ നിന്ന് എടുക്കുന്ന ചാരവും പിന്നെ കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ചേർത്തെന്ന് കേൾക്കുമ്പോ തന്നെ എനിഡിന് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. അവൾ അതൊന്നും പുറത്ത് കാണിച്ചില്ല. താങ്ക്സ് മോം എന്ന് പറഞ്ഞുകൊണ്ട് എനിഡ് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോ, മോമെന്നോ? അത് പുതിയതാണല്ലോ. സാധാരണ അവളുടെ അമ്മേനെ അവൾ അങ്ങനെ വിളിക്കാറ് പോലുമില്ല. പക്ഷെ എനിഡിന് അറിയില്ലല്ലോ ഇവര് തമ്മിലുള്ള റിലേഷൻ ഒക്കെ എങ്ങനെയാണ്. ഒന്നതിന് മുമ്പായിട്ട് എനിഡിന്റെ കയ്യിൽ മോർട്ടീഷ്യ ഉംബ്ര മഷ്റൂം പിൽസ് കൊടുക്കുന്നുണ്ട്. നീ എന്താ അത് എടുക്കാൻ മറന്നുപോയോ? സാധാരണ വെനസ്ഡേക്ക് ഈ ഒരു അലർജിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എടുക്കുന്ന പിൽസ് ആണ്. പിന്നീട് കാണിക്കുന്നത് ഗ്രേവ്യാർഡിലേക്ക് പോയിട്ടുള്ള നമ്മുടെ വെനസ്ഡേ ആണ്. അങ്ങോട്ടേക്ക് ലാരിസ വീംസും വരുന്നുണ്ട്. എനിക്ക് എങ്ങനെ ഇത് അൺഡു ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വീണ്ടും പഴയ പോലെ എങ്ങനെ ആവാനായിട്ട് കഴിയുക എന്ന് ലാരിസ വീംസിന്റെ അടുത്ത് നമ്മുടെ വെനസ്ഡേ ചോദിക്കുന്നു. ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്ത രണ്ടുപേര് 24 മണിക്കൂറിനുള്ളിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഐസക്കിനെയാണ്. സ്ലർപ്പ് സോംബി ഉണ്ടായിരുന്നില്ലേ, ഇനി മുതൽ നമുക്ക് ഐസക് എന്ന് വിളിക്കാം. ഐസക് ഇപ്പൊ നിൽക്കുന്ന വീട്ടിന് പുറത്തായിട്ട് ഒരു പട്ടിക്കൂട് ഉണ്ടായിരുന്നു. ആ ഒരു പട്ടിക്കൂട് ചുമ്മാ അങ്ങോട്ട് തള്ളി നീക്കിയപ്പോൾ ഒരു വലിയ അറ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. ഈ ഒരു അറയ്ക്കുള്ളിലാണ് നമ്മുടെ ടൈലറും അവന്റെ അമ്മയായിട്ടുള്ള ഫ്രാങ്കോയിസും ഉള്ളത്. ആരോ അപകടപ്പെടുത്താൻ വരികയാണെന്ന് വിചാരിച്ച്
നമ്മുടെ ടൈലറിന്റെ അമ്മയായിട്ടുള്ള ഫ്രാങ്കോയ്സ് ഇപ്പോ ഗണ്ണൊക്കെ ചൂണ്ടി നിൽക്കുന്നുണ്ട്. ഐസക്കിനെ കണ്ടതും ഫ്രാങ്കോയ്സ് ഞെട്ടിപ്പോയി. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല, 30 വർഷം മുമ്പ് നീ മരിച്ചു പോയതല്ലേ? ഐസക്കിനെ കണ്ടതും ഫ്രാങ്കോയ്സിന് ഒരുപാട് സന്തോഷമാവുകയാണ്. മോനെ ടൈലർ, ഇതാണ് നിന്റെ അങ്കിൾ. ഇത് കേട്ടതും ടൈലർ ആകെ അന്തം വിട്ട് നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ ടൈലറിന്റെ അമ്മയായിട്ടുള്ള ഫ്രാങ്കോയ്സ് രക്തം ഛർദ്ദിക്കാനായിട്ട് തുടങ്ങുന്നു. എന്താ അമ്മേ, അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ടൈലർ ചോദിക്കുമ്പോൾ, ഒരു ഹൈഡ് ആയിട്ട് ജീവിക്കുമ്പോ നമുക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഐസക്ക് സഹായിക്കാമെന്ന് പറയുന്നു. വില്ലോ ഹില്ലില് ഇപ്പോഴും ഒരു മെഷീൻ ഉണ്ട്. അതായത് ഐസക്ക് ഉണ്ടാക്കിയതല്ല, സ്റ്റോൺ ഹേസ്റ്റ് നമ്മുടെ ഐസക്കിന്റെ ഡയറിക്ക് മോഷ്ടിച്ചതിന് ശേഷം അവന്റെ ഐഡിയയിൽ ഉണ്ടാക്കിയ ഒരു മെഷീനാണിത്. പക്ഷെ അവിടെ മൊത്തം ഇപ്പൊ നിയന്ത്രിക്കുന്നത് ജൂഡിയാണെന്ന് പറഞ്ഞപ്പോ ഐസക്ക് ഉടനെ തന്നെ ഇവരോട് പറഞ്ഞു, ജൂഡിയെ ഞാൻ തീർത്തു കളഞ്ഞു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വെനസ്ഡേ ആണ്. പുള്ളിക്കാരി ഇപ്പോ സെല്ലോ വായിക്കുകയാണ്. അപ്പോഴാണ് മ്യൂസിക് ടീച്ചർ ആയിട്ടുള്ള ഇസഡോറ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. കാഴ്ചയിൽ നമ്മുടെ എനിഡാണല്ലോ. നീ ഇത്രയ്ക്ക് നന്നായിട്ട് സെല്ലോ വായിക്കുമായിരുന്നോ? എനിക്കറിയില്ലായിരുന്നു. അപ്പോഴാണ് മ്യൂസിക് റൂമിൽ ഒരു ഫോട്ടോ കാണുന്നത്. അത് മറ്റാരുടെയുമല്ല, റോസ്ലിൻ റോഡ്വുഡിന്റെയാണ്. പുള്ളിക്കാരിയുടെ പുറകിലായിട്ട് കാണുന്ന കോട്ടേജ് നമ്മുടെ വെനസ്ഡേയുടെ വീടാണ്. വെനസ്ഡേ നേരെ പോകുന്നത് അവളുടെ വീട്ടിലേക്കാണ്. അറിയാതെ അമ്മേ എന്നൊക്കെ അവള് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവള് വായടച്ച് പതിയെ ആ ഒരു ചേംബറിലേക്ക് പോവുകയാണ്. അവിടെ മൊത്തം പരിശോധിക്കുന്നതിനിടയിൽ റോസ്ലിൻ റോഡ്വുഡ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതൊരു വിഷനായിട്ടാണ് കാണിക്കുന്നത്. എങ്ങനെ വീണ്ടും പഴയ രീതിയിൽ ആകാമെന്ന് പുള്ളിക്കാരിയോട് നമ്മുടെ വെനസ്ഡേ ചോദിക്കുന്നുണ്ട്. തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ വെനസ്ഡേക്ക് പുറകിലായിട്ട് അവളുടെ അമ്മയായിട്ടുള്ള മോർട്ടീഷ്യ വരുന്നുണ്ട്. മോർട്ടീഷ്യ നോക്കുമ്പോൾ ഇത് എനിഡാണ്. നീ എന്തിനാ ഇവിടെ കയറിയത് എന്നൊക്കെ നമ്മുടെ മോർട്ടീഷ്യ അവളോട് ചോദിക്കുന്നു. വിഷയം മാറ്റാനായിട്ട് നമ്മുടെ വെനസ്ഡേ ആകട്ടെ, ഈ ബുക്കുകളെല്ലാം നിങ്ങൾ എഴുതിയതാണോ? എന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ നിന്ന് തടി തപ്പി എന്ന് വേണമെങ്കിൽ പറയാം. മറുവശത്ത് നമ്മുടെ എനിഡിനെ കാണിക്കുന്നു. അവളിപ്പോ റൂമിലിരിക്കുമ്പോ ബോറടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന, അതായത് നമ്മുടെ വെനസ്ഡേ എഴുതിയിരുന്ന നോവൽ ഉണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ പാർട്ട് 1 കുറച്ച് കത്തിപ്പോയെങ്കിലും അതിന്റെ ബാക്കി ഉണ്ടായിരുന്നു. അതെടുത്ത് വായിക്കാനായിട്ട് പോവുകയാണ്. തിങ് അത് തടയാനായിട്ട് നോക്കിയെങ്കിലും നമ്മുടെ എനിഡ് അതൊന്നും കേട്ടില്ല. അവളങ്ങനെ അത് വായിച്ചു നോക്കിയപ്പോൾ അവളെ പറ്റിയിട്ട് നമ്മുടെ വെനസ്ഡേ എഴുതിയിരിക്കുന്നതൊക്കെ അവളിപ്പോ കാണുകയാണ്. അതിൽ മറ്റൊന്നുമല്ല ഉണ്ടായിരുന്നത്, എനിയുടെ ഒരു സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആണെന്നും അവളൊരു പൊട്ടത്തിയാണെന്നും എന്നുള്ള രീതിയിലൊക്കെ അവൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേട്ടുകൊണ്ട് ഇപ്പൊ എനിഡിന് ദേഷ്യം പിടിച്ചു. നിന്നെ ഞാൻ കാണിച്ചു തരാടി എന്നും പറഞ്ഞുകൊണ്ട് എനിയുടെ അങ്ങോട്ട് അണിഞ്ഞൊരുങ്ങാണ്. വെനസ്ഡേയുടെ ശരീരമാണല്ലോ അവൾക്കുള്ളത്. പുറത്തുനിന്ന് കാണുന്നവരെല്ലാം വെനസ്ഡേ ആണെന്നല്ലേ വിചാരിക്കുള്ളൂ. ഇതാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. എവർമോർ അക്കാദമിയിലുള്ള എല്ലാ പിള്ളേരുടെ മുമ്പിലും പോയിട്ട് അങ്ങോട്ട് അഴിഞ്ഞാടുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ വെനസ്ഡേ അങ്ങോട്ടേക്ക് വന്നു. അവൾക്ക് നല്ല രീതിയിൽ കുരുപൊട്ടി. എനിഡ് ഈ മേക്കപ്പ് ഒക്കെ ചെയ്തു കൂട്ടിയത് കൊണ്ട് തന്നെ വെനസ്ഡേയുടെ ശരീരം പ്രതികരിക്കാനായിട്ട് തുടങ്ങി. അവൾക്ക് ഇതൊക്കെ അലർജി ആണല്ലോ. ദേഷ്യം പിടിച്ച വെനസ്ഡേ ആകട്ടെ ഇപ്പൊ എനിഡിന്റെ രൂപത്തിലാണല്ലോ. അവൾ നേരെ ബ്രൂണോയുടെ അടുത്ത് പോയിട്ട്, നീ കൊള്ളാത്തവനാ, നിന്നെ ഞാൻ ബ്രേക്കപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോരുന്നു. പാവം ചെക്കൻ എന്താ കാര്യം എന്ന് പോലും അറിയില്ല. അജാക്സിന്റെ ഗതി തന്നെ വന്നല്ലോ എന്നായിരിക്കും ചിലപ്പോൾ ബ്രൂണോ ചിന്തിക്കുന്നത്. എനിഡിന്റെ ആറാടലൊക്കെ കഴിഞ്ഞിട്ട് അവളിപ്പോ റൂമിലേക്ക് എത്തി. പെട്ടെന്ന് ആഗ്നസ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ആഗ്നസിന്റെ കണ്ണിൽ ഇത് വെനസ്ഡേ ആണല്ലോ. സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇപ്പോ വെനസ്ഡേയുടെ ഡാൻസ് ആണ്. അവൾ ഈ ചൊറിഞ്ഞു തുള്ളുന്നതും എല്ലാം തന്നെ ഇപ്പൊ വൈറലായിരിക്കുകയാണ്. അപ്പോഴാണ് ആഗ്നസ് നമ്മുടെ എനിഡിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അതായത് എനിഡിനെ രക്ഷിക്കാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആഗ്നസ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വെനസ്ഡേയോട് ഷെയർ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ ഇത് എനിഡ് ആണെന്ന് അറിയാതെയാണ് ഇപ്പൊ ആഗ്നസ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതോടുകൂടിയിട്ട് എനിഡിന് കാര്യം മനസ്സിലായി. വെനസ്ഡേ തന്നെ രക്ഷിക്കാനായിട്ടാണ് ശ്രമിക്കുന്നതെന്ന്. മാത്രമല്ല ആഗ്നസ് ഇപ്പോ വെനസ്ഡേ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ എനിഡിനോട് ഒരു കാര്യം പറഞ്ഞു. ആ എനിഡിനെ അങ്ങോട്ട് തട്ടിയേക്ക്, നമ്മൾ രണ്ടുപേരും നല്ല കൂട്ടല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ എനിഡിന് നല്ല രീതിയിൽ ദേഷ്യം വന്നു. അവൾ ഉടനെ തന്നെ, അവൾ എന്തായാലും പറയുമ്പോൾ വെനസ്ഡേ ആണെന്നാണല്ലോ ആഗ്നസ് വിചാരിക്കുള്ളൂ, നീ ഒന്നിനും കൊള്ളാത്തവളാ, നീ മേലാൽ ഈ വഴിക്ക് വന്നു പോരുത് എന്നൊക്കെ പറഞ്ഞ് ആഗ്നസിനെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നു. പാവം ആഗ്നസ് ആകട്ടെ, നമ്മൾ ഈ സാധാരണ റീഹാബിലിറ്റേഷൻ സെന്ററിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള അന്തേവാസികളെയൊക്കെ വട്ടം കൂടി ഇരുന്നിട്ട് അവരുടെ വിഷമങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ പ്രൊഫസർ ഓർലോഫ് നടത്തുന്ന ഒരു മീറ്റിംഗിലേക്കാണ് ഇപ്പൊ നമ്മുടെ ആഗ്നസ് എത്തിച്ചേർന്നിട്ടുള്ളത്. അവിടെ കണ്ണുണ്ട്, കാലുണ്ട്, നമ്മുടെ തിങ്ങടക്കം ഉണ്ടായിരുന്നു ആ ഒരു മീറ്റിംഗിൽ. അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ആഗ്നസിനെ ഇപ്പൊ കൈയടിച്ച് വരവേൽക്കുന്നു. സോറി, അവിടെയുള്ള ഒരു ചെവിയുണ്ട്, അതുപോലെ തന്നെ കൈയുണ്ട്, കാലുണ്ട്. അവർക്ക് കൈയടിക്കാൻ പറ്റില്ല. അവരുടെ ശരീരം ഉപയോഗിച്ച് ചുമ്മാ ആ ഒരു ചെയറിൽ ചാടി കളിക്കുന്നു. മറുവശത്ത് എനിഡാകട്ടെ ഇപ്പോ നമ്മുടെ വെനസ്ഡേയുടെ വീട്ടിലാണ് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുക. അതും പോസത്തിന്റെ തലയൊക്കെയാണ് അവൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നത്. വെനസ്ഡേ ഇതാണോ കഴിക്കുക? എന്റെ ഈശ്വര, ഇവളാകെ പെട്ട അവസ്ഥയാണ്. പക്സ്ലി ആകട്ടെ സ്ലർപ്പിനെ അവിടെ നിന്ന് പോകാൻ അനുവദിച്ച കാര്യമൊക്കെ അച്ഛനോട് തുറന്നു പറയുന്നു. എന്നിട്ട് ക്ഷമയും ചോദിക്കുന്നു. അച്ഛനും മകനും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയപ്പോ നമ്മുടെ മോർട്ടീഷ്യ മകളാണെന്ന് വിചാരിച്ചിട്ട് ഇപ്പോ എനിഡിനോട് ഒരു കാര്യം ചോദിക്കുകയാണ്.
ആ എനിഡ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നോ? അവൾ ഈ ചേംബർ മൊത്തം നോക്കുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി നിനക്ക് എന്തെങ്കിലും അറിയുമോ വെനസ്ഡേ എന്ന് മോർട്ടീഷ്യ ചോദിക്കുമ്പോൾ ഏയ് ഇല്ല അമ്മേ എന്നാണ് എനിഡ് ഇപ്പോൾ പറയുന്നത്. പക്ഷെ അപ്പോഴേക്കും ലരീസ വീംസ് നമ്മുടെ വെനസ്ഡേയുടെ സ്പിരിച്വൽ ഗൈഡ് അങ്ങോട്ടേക്ക് വരികയാണ്. മോർട്ടീഷ്യയ്ക്കും നമ്മുടെ ലരീസ വീംസിനെ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നു. നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ലരീസ വീംസ് നമ്മുടെ മോർട്ടീഷ്യയോട് പറഞ്ഞു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഐസക്ക് പ്രൊഫസർ ഓർലോഫിന്റെ അടുത്തേക്ക് പോകുന്നതാണ്. ഓർലോഫ് ആകട്ടെ 30 വർഷം മുമ്പ് നീ മരിച്ചു പോയതല്ലേ, ഒരിക്കലുമില്ല, ഇത് സംഭവിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താണ് സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? നെവർ അണ്ടർസ്റ്റിമേറ്റ് ദ പവർ ഓഫ് സയൻസ്. പോടച്ചക്ക, ഇതിന് സയൻസ് ആയിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു തീരുമ്പോഴേക്കും ഈ ഒരു ഐസക് ആകട്ടെ നമ്മുടെ പ്രൊഫസർ ഓർലോഫിന്റെ തല കഴിക്കുകയാണ്. അതായത് ബ്രെയിൻ കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങോട്ടേക്ക് ആഗ്നസ് വരുന്നുണ്ട്. ഈ കാഴ്ച കണ്ട് അവൾ നിലവിളിച്ചു. പെട്ടെന്ന് തന്നെ പേടിച്ച് അവൾ ഇൻവിസിബിൾ ആയി. അതുകൊണ്ട് തന്നെ ഐസക്കിന് അവളെ കാണാനായിട്ട് കഴിഞ്ഞില്ല. ഐസക് ഇങ്ങോട്ടേക്ക് വന്നതിന്റെ ഉദ്ദേശം ഓർലോഫിനെ വെച്ചിരിക്കുന്ന ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതിനുള്ളിലായിട്ട് ഒരു പവർ സോഴ്സ് ഉണ്ട്, ഒരു ബോൾ പരുവത്തിലുള്ള, അതെടുക്കാനായിട്ടാണ്. ലാബിൽ ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ ഐസക് അവിടെ നിന്നും പോകുന്നു. പേടിച്ച് വിറച്ചാണ് നമ്മുടെ ആഗ്നസ് ഐസക്കിന്റെ പിന്നാലെ പോകുന്നത്. ഐസക് ഒറ്റയ്ക്കായിരുന്നില്ല, ടൈലറും നമ്മുടെ ഫ്രാങ്കോയിസും കാറിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവർ നേരെ ഇനി പോകുന്നത് വില്ലോ ഹില്ലിലേക്കാണ്. വില്ലോ ഹില്ലിലുള്ള ആ ഒരു മെഷീൻ പ്രവർത്തിപ്പിക്കാനായിട്ട് ബോൾ പരുവത്തിലുള്ള ഈ ഒരു പവർ സോഴ്സ് അത്യാവശ്യമാണ്. മറുവശത്ത് നമ്മുടെ വെനസ്ഡേയെ രക്ഷിക്കാനായിട്ട്, അതായത് ലൂപ്പിംഗ് കേജിൽ അടച്ചിട്ടുണ്ടായിരുന്നു വെനസ്ഡേയെ. നമ്മുടെ എനിഡാണെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നേരം വെളുക്കുന്നത് വരെ ആ ഒരു കേജിൽ കിടക്കേണ്ട അവസ്ഥ ഒക്കെ വരുമായിരുന്നു. പക്ഷെ അങ്ങോട്ടേക്ക് നമ്മുടെ എനിഡ് വന്നിട്ട് ഇപ്പോൾ അവളെ രക്ഷിച്ചു. മറുവശത്ത് വില്ലോ ഹില്ലിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ഐസക്കും നമ്മുടെ ടൈലറും പിന്നെ അവന്റെ അമ്മയായിട്ടുള്ള ഫ്രാങ്കോയിസും കൂടി ചേർന്നിട്ട് ഇപ്പൊ ആ ഒരു മെഷീൻ പ്രവർത്തിപ്പിക്കാനായിട്ട് പോവുകയാണ്. അതിനിടയിൽ ആഗ്നസിനെ അവർ പിടിച്ചിട്ട് ഇപ്പൊ ഒരു സെല്ലിൽ അടയ്ക്കുന്നുണ്ട്. ഇടിച്ചു വിറച്ച ആഗ്നസിന്റെ പ്രസൻസ് നമ്മുടെ ടൈലർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വെനസ്ഡേയും എനിഡും ഈ ഒരു വില്ലോ ഹില്ലിലേക്ക് എത്തി. വെനസ്ഡേ ഉടൻ തന്നെ സെല്ലിൽ കടന്നിരുന്ന ആഗ്നസിനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചു. അതിനിടയിൽ ഇപ്പോൾ ആഗ്നസ് പുറത്തേക്ക് പോയി വെനസ്ഡേ വീണ്ടും അകത്ത് തന്നെ പെട്ടിരിക്കുകയാണ്. പക്ഷെ ആഗ്നസ് അവിടെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ലിവർ മൊത്തം വലിച്ചിട്ട് ഒരു മെഷീന്റെ പവർ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വന്ന് അത് പൊട്ടിത്തെറിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഫ്രാങ്കോയിസിനും ഹൈഡായിട്ട് മാറാനുള്ള കഴിവുണ്ടല്ലോ. പക്ഷെ ആ ഒരു ഹൈഡായിട്ട് ജീവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് നരക തുല്യമാണ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റാനായിട്ടാണ് ഇപ്പോൾ ഐസക്ക് ഈ ഒരു മെഷീൻ പ്രവർത്തിപ്പിച്ച് അവളെ ഈ ഒരു എക്സ്പെരിമെന്റിന് വിധേയമാക്കുന്നത്. പക്ഷെ ഈ മെഷീൻ കേട് വന്നതോട് കൂടിയിട്ട് ആ ഒരു ശ്രമം 3 പേർക്കും ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. ഉടൻ തന്നെ വെനസ്ഡേയും ആഗ്നസും എനിഡും കൂടി ചേർന്ന് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കും, വെനസ്ഡേയും എനിഡും ഇതെങ്ങനെയാണ് അറിഞ്ഞതെന്ന്. വില്ലോ ഹില്ലിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ടൈലറിന്റെ ആ ഒരു കാർ ഉണ്ടായിരുന്നല്ലോ, ആ കാറിനുള്ളിൽ ആഗ്നസും കയറി പറ്റിയിട്ടുണ്ടായിരുന്നു. ആഗ്നസ് ലൊക്കേഷൻ അയച്ചത് കൊടുത്ത പ്രകാരമാണ് ഇവർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഉടൻ തന്നെ നെവർമോർ ഗ്രേവിയാർഡിലേക്ക് പോയിട്ടുള്ള നമ്മുടെ വെനസ്ഡേയും എനിഡും ആ ഒരു ഹെഡ് സ്റ്റോണിൽ കൈവയ്ക്കുന്നു. അതോടുകൂടിയിട്ട് 2 പേർക്കും പരസ്പരം ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കിട്ടുന്നു. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എനിഡ് അവിടെ നിന്നും പോയി. സ്പിരിച്വൽ ഗൈഡായിട്ടുള്ള ലരീസ വീംസ് അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു, നിന്റെ പ്രവൃത്തികൾ കാരണം മറ്റൊരു ജീവൻ ഇപ്പോ അപകടത്തിലായിരിക്കുകയാണ്. അതായത് എനിഡ് ഇനി മരിക്കാനുള്ള ഒരു ചാൻസും ഇല്ല, പക്ഷേ ഒരാൾ മരിക്കാനായിട്ട് പോവുകയാണ്. എന്നിട്ട് ലരീസ വീംസ് ഒരു ഹെഡ് സ്റ്റോൺ കാണിച്ചു കൊടുക്കുന്നു. അതിന്റെ പകുതിയും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ആഡംസ് എന്ന് മാത്രമാണ് എഴുതിയിട്ടുള്ളത്. അതായത് ആഡംസ് ഫാമിലിയിൽപ്പെട്ട ആരോ ഒരാൾ മരണപ്പെടും. ഇങ്ങനെ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ 6ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂട്ടുകാരെ, എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. സാധാരണ ഞാനാണ് അങ്ങോട്ടേക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടത്. ഇത് കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സംശയം തീർത്തു തരണം. അതായത് മറ്റൊന്നുമല്ല, വെനസ്ഡേ ആ ഒരു ലൂപ്പിൻ കേജിൽ അടയ്ക്കുന്നുണ്ടല്ലോ, അത് എന്തിനാണെന്ന് എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ ഡോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആരോ അല്ലെങ്കിൽ നമ്മുടെ ഇസഡോറയോ പറഞ്ഞിട്ട് ഈ വെയർവുൾഫായി മാറുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കാം ചിലപ്പോൾ വെനസ്ഡേയെ അവിടെ അടയ്ക്കുന്നത്. അതായത് നീഡിന്റെ ശരീരത്തിൽ അപ്പോൾ ഉള്ളത് വെനസ്ഡേ ആണല്ലോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത എപ്പിസോഡ് ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഞാൻ പെട്ടെന്ന് ചെയ്യണോണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോകുന്നുണ്ട്. പിന്നെ പരമാവധി കാര്യങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കോപ്പിറൈറ്റ് കിട്ടുമെന്നുള്ള പേടി കൊണ്ട് അങ്ങനെ വലിച്ചു നീട്ടാനായിട്ട് പറ്റുന്നില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് പറയാനുള്ള ഒരു സീരീസാണിത്. അത് നിങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. 1-2 അല്ല, 2-3 പ്രാവശ്യമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലാണ് ഇവരുടെ ഈ ലാംഗ്വേജസും കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും പുതിയ എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റ, ബൈ ബൈ.